അല്ല നിലത്തെ കേട്ട് രാഹുൽ അങ്ങനെ നിലത്തിടില്ല. പക്ഷെ അവൻ എന്റെ വില മനസ്സിലാവും. ഇത്രയും വെയിറ്റ്ലെസ് ആയിട്ട് ഒരാളുടെ വില മനസ്സിലാക്കി. എനിക്ക് കൃഷ്ണേന്ദ്രന് ചില ഫോട്ടോസിൽ കാണുമ്പോഴേ സണ്ണി ലിയോന്റെ ചെറിയ ചായ വരുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പോലെ ഇരിക്കണം. അപ്പൊ ആ സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സണ്ണി ലിയോണിന്റെ ലുക്ക് അങ്ങനെ എന്തോ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ആ ഡാൻസ് കളിച്ചെന്നെ അങ്ങനെ. പിന്നെ ഞാനൊരു വീഡിയോ ഉണ്ട്. അപ്പൊ മൂവി എല്ലാം കാണിച്ചത് പറയുമല്ലോ. ഓക്കെ, നിങ്ങളെ ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ നിങ്ങൾ പോകുന്നു? എന്റെ അടുത്ത് പോരുതെന്ന് പറഞ്ഞു. മുഖത്ത് മറ്റേ എലി പുന്നില്ല. ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇത്രയും വലിയ കപ്പിളൊക്കെ ആയിട്ട് നിങ്ങളൊരു ഇനാഗ്രേഷൻ വിളിക്കുമ്പോൾ എത്ര രൂപ മേടിക്കും നോക്കട്ടെ? അത് അവരുടെ അത് കൃത്യമായിരിക്കും തീരുമാനിക്കുന്നത്. അല്ലല്ല, ഇപ്പൊ ഒരു ഷൂട്ട് വന്നിട്ടുണ്ട്. ഒരുമിച്ച് ഷൂട്ട് വന്നപ്പോ കാരണം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്റെ ഒരു എമൗണ്ട് ഞാൻ പറയും. അപ്പൊ ഇവനും കൂടി ഉള്ള കാരണം ഇവന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എടാ എത്രയാണ് ചോദിക്കേണ്ടത് ചോദിക്കുമ്പോൾ ഇവർ ആ എമൗണ്ട് പറഞ്ഞു. ആ ഒരു എമൗണ്ടും കൂട്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പൊ ഇനാഗുറേഷൻ വരികയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇനാഗുറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു ഷോപ്പ് എങ്ങനെയുണ്ട്, അവരുടെ സാമ്പത്തികം എങ്ങനെയുണ്ട്, അതൊക്കെ നോക്കിയിട്ട്. എന്നാലും മിനിമം ഞാൻ ചോദിക്കട്ടെ, മീനു അർജുന് നിങ്ങൾ എത്ര പൈസ വാങ്ങിക്കും നോക്കട്ടെ? ഏത് ബ്രാൻഡ് വേണം? അല്ല ഏത് ടെക്സ്റ്റൈൽ? അല്ല നിങ്ങൾക്ക് ഒരു ഇത് വന്നു, ഒരു അർജുൻ മീനു കോംബോയ്ക്ക് നിങ്ങൾ എത്ര രൂപ മേടിക്കും? അങ്ങനെ നമ്മള് പൈസ മെയിൻലി നമ്മള് പൈസ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പൈസ ഉണ്ട്, പക്ഷെ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അതിനെപ്പറ്റി ആക്ച്വലി ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഒരു മിനിമം എമൗണ്ട് പോലും വരില്ല. അല്ല, നമുക്ക് നമ്മളിപ്പോ ഒരുമിച്ച് ഒരു ഇനാഗുറേഷൻ വന്നിട്ടുമില്ല, വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? അല്ല, അങ്ങനെ വന്നായിരുന്നു നമ്മുടെ രാജേഷ് ചേട്ടൻ കോസ്റ്റ്യൂം പറഞ്ഞു. പിന്നെ അതങ്ങനെ നമുക്ക് എല്ലാ ദിവസവും അത് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആ ഡേറ്റില് എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എവരിഡേ മിക്കവാറും ഉണ്ടാവും, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റിൽ നമുക്ക് ഉണ്ടാവും. അപ്പം നമ്മളെ വെച്ചിട്ട് അത് ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റുക പറഞ്ഞാൽ അവർക്ക് അത്രയും പ്ലാൻ ചെയ്തിട്ട് നമ്മളിത് മാറ്റാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക്. അതെ, പിന്നെ ഇവൻ പോയി കഴിഞ്ഞാൽ 15ന് എനിക്കിപ്പോ ഒരു വേറെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അന്ന് ചിലപ്പോ ഇവന് ഷൂട്ട് പറ്റില്ലായിരിക്കും. എനിക്ക് കൃഷ്ണേന്ദ്രന് ചില ഫോട്ടോസിൽ കാണുമ്പോഴേ സണ്ണി ലിയോന്റെ ചെറിയ ചായ വരുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പോലെ ഇരിക്കണം. ഇല്ല, ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പാവങ്ങളുടെ ഒരു സണ്ണി ലിയോൺ ആണെന്ന് പറയല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? നിനക്ക് അല്ലേ പറഞ്ഞിട്ടുണ്ടോ? കൃഷ്ണൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോ അതായത് ചില ഈ ഒരു പോഷണോ അങ്ങനെ ചിരിക്കുമ്പോഴങ്ങ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗായത്രി സുരേഷിന്റെ ലുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗായത്രി സുരേഷിന്റെ ലുക്ക് ഉണ്ട്, അനിക സുരേന്ദ്രന്റെ ലുക്ക് അങ്ങനെ അതും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അഹങ്കാരം അല്ല, അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അതൊക്കെ ചില സമയത്ത് ചില ആംഗിൾ, ചില മേക്കപ്പ്, നമ്മുടെ ഹെയർ സ്റ്റൈല് അതൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ട് സണ്ണി ലുക്ക് ഒക്കെ മുമ്പ് ഞാൻ കേട്ടിരിക്കുന്നത് ഡിഗ്രി പഠിക്കുമ്പോഴാണ് തോന്നുന്നുണ്ട്. ഒരു നമ്മള് ബേബി ഡോളിന്റെ ഒരു സോങ് കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി സണ്ണി ലിയോൺ ആരാന്ന് മുമ്പ് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അത് ആ സമയത്ത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് ഭംഗിയാണ് ഇഷ്ടമാണെന്നൊക്കെ. അല്ല, അപ്പൊ ആ സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സണ്ണി ലിയോണിന്റെ ലുക്ക് അങ്ങനെ എന്തോ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ആ ഡാൻസ് കളിച്ചെന്നെ അങ്ങനെ. പിന്നെ ഞാനൊരു വീഡിയോ ഉണ്ട്. ഏത് വീഡിയോ? സണ്ണി ലിയോണിന്റെ വീഡിയോ അല്ല കാണിച്ചത്. അതായത് ഞാൻ പോയിട്ട് പറഞ്ഞിട എന്നെ കാണാൻ സണ്ണി ലിയോണ്ട് പറയണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ വീഡിയോ. അല്ല, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? അല്ല, എങ്ങനെ എനിക്ക് കാണിച്ചു തന്നു. എന്റെ ഫ്രണ്ട് ഉണ്ട്. ഞാനത് നമ്മള് കാണുന്ന ആ മൂവിയിലത്തെ ഡാൻസിന്റെ സംഭവമൊക്കെ ഇല്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചേച്ചി അതൊക്കെ പറയുമ്പോ നമ്മളല്ല ഏത് മൂവിക്ക് അതല്ലേ അങ്ങനെ പറയുമ്പോ അപ്പൊ മൂവി എല്ലാം കാണിച്ചു തന്നത് പറയുമ്പോഴല്ലോ. ഓക്കെ, അപ്പൊ ആ ഫ്രണ്ട് പറഞ്ഞിട്ട് സണ്ണിനോട് പറയുന്നത് നീ എന്താ ചോദിക്കുന്ന കാരണം അത് അന്നത്തെ മൈൻഡ് സെറ്റ്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അപ്പൊ അവനിങ്ങനെ കാണിച്ചു തന്നപ്പോ ഒരു വീഡിയോ കാണിച്ചു.
അപ്പൊ എനിക്ക് ഇഷ്ടം കാരണം ഞാൻ പിന്നെ അത് കാണില്ല. പിന്നെ എനിക്ക് ആളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആളെ ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ആളുടെ നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ കാണാനാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ചോദിച്ച് അന്വേഷിക്കാനോ നോക്കാനൊന്നും പോയില്ല. വീഡിയോസ് ഡാൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും അങ്ങനെ. പിന്നെ സ്പ്ലിറ്റ്സ് വില്ല ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ MTV അത് നീ കണ്ടിട്ടുണ്ടോ? ആ കാണുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്. ഇവള് മാതർക്ക് അതിന് അത്ര ഓക്കെ നിർത്തുക. അല്ല നിലത്തെ കേട്ട് രാഹുൽ അങ്ങനെ നിലത്തിടില്ല. പക്ഷെ അവൻ എന്റെ വില മനസ്സിലാക്കും. ഇത്രയും വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരാളുടെ വില മനസ്സിലാക്കി. ഓക്കെ, കൃഷ്ണന്റെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സീരിയലിൽ വന്ന ഒരാളാണ് അല്ലേ? അപ്പം ആ ഒരു ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടോ? കാരണം തുടക്കത്തിലൊക്കെ മോഡലിങ്ങും ഇൻഫ്ലുവൻസസ് മാത്രമായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പം വന്ന് നിൽക്കുമ്പോഴത്തേന് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ വന്ന് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു വെച്ചാൽ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. ആരും അത്ര ഇപ്പോൾ എത്ര വലിയ ആൾക്കാരായിക്കോട്ടെ, കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫാമിലി അങ്ങനെ ഒരു ബേസോ ഒന്നും ഇല്ലാത്ത സാധാരണക്കാരായ അച്ഛനമ്മ അങ്ങനെയൊക്കെയാണ്. അവർക്ക് പണ്ടത്തെ ആ ഒരു എൻ്റെ പോലും ചിന്താഗതി എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പോസിങ് മാത്രമാണ്, ബോഡി ഷോ ചെയ്യുന്നത് മാത്രമാണ്, അങ്ങനെ കുറേ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ സീരിയലിലോട്ടൊക്കെ വരുമ്പോഴാണ് എന്താണ് നമ്മളൊരു സംഭവത്തിലോട്ട് ഇറങ്ങി വരുമ്പോഴാണ് അത് എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്. ഈ പറയുന്നത് എനിക്കുണ്ടായിരുന്നു സീരിയൽ. ഞാൻ സിറ്റ്കോം മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഞാൻ കാണുന്ന സീരിയലൊക്കെ കരച്ചില്, ടോക്സിസിറ്റി അങ്ങനെ സംഭവങ്ങളാണ്. അതൊക്കെ ഇപ്പോൾ മാറി വരികയാണ് സംഭവം. അപ്പൊ അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല സീരിയൽസും ഉണ്ട്, നമ്മളതൊന്നും കാണുന്നില്ല. നമുക്ക് ഫസ്റ്റ് ക്യാച്ച് ചെയ്യുന്ന എന്തായാലും നെഗറ്റിവിറ്റി സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്, എക്സ്ട്രീംലി ഹാപ്പി. കാരണം ഡെപ്ത് ഉണ്ട്, പല ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, ഒരേ രീതിയിലല്ല. അതുകൊണ്ട് അതിൽ പിന്നെ കുറെ പോസിറ്റീവ് മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ മീനു ആണെങ്കിലും ജോലി നേടി, അങ്ങനെ ഇപ്പൊ അർജുന ആണെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, അങ്ങനത്തെ ഒരു സംഭവം, ഇഷ്ടമില്ലാത്ത ആൾക്കാർ അങ്ങനത്തത്, അതൊക്കെ മാറി നമുക്ക് സ്നേഹം കൊണ്ട് നമുക്ക് ലവ് എക്സ്പ്രസ് ചെയ്തിട്ട് നമുക്ക് ആൾക്കാരുടെ ചിന്താഗതി മാറ്റാൻ പറ്റും. അങ്ങനത്തെ കുറെ സംഭവം ഉണ്ടാകുന്നു. ഈ സ്ട്രഗ്ലിംഗ് ആണെങ്കിൽ പോലും എനിക്കങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എനിക്ക് ഫ്രണ്ട്സ് എല്ലാവരും ഫാമിലി, അച്ഛനമ്മയും അച്ഛമ്മ നല്ല സപ്പോർട്ടാണ്. പിന്നെ അങ്ങനെയല്ല അല്ല, അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, എന്താണ് അവർ ചെയ്തു തരേണ്ട കാര്യങ്ങൾ അങ്ങനെ. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ അവർക്കും ഉണ്ടായിരുന്നു. ഈവൻ ഡ്രസ് ചെയ്യുന്നതിൽ പോലും അവർക്കും കുറെ എന്നെ കുറെ ലിമിറ്റേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും അനുസരിച്ചിരുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് പല ആൾക്കാർ പറയുന്നത്, നാട്ടുകാരോ ബാക്കിയുള്ള റിലേറ്റീവ്സ് ഒക്കെ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കണ്ടായിരിക്കില്ല. അതേപോലെ അപ്പൊ ഞാൻ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരി എന്ന് തോന്നുന്ന കുറെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഷൂട്ടിന് പോവാണെങ്കിൽ പോലും എനിക്ക് തൃശ്ശൂർ കഴിഞ്ഞ് പോവാൻ തന്നെ എനിക്ക് ഭയങ്കര ഇതുണ്ട്. അതേപോലെ എനിക്ക് ഫസ്റ്റ് ടൈം 3000 റുപ്പീസാണ് ഒരു മോഡലിംഗ് ഷൂട്ടിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ വണ്ടിയിൽ പോവാൻ, കാറ് വിളിച്ച് പോവാം, അങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കെന്ന് പറഞ്ഞാൽ കിട്ടുന്ന പേയ്മെന്റിൽ അത്ര പോവാം. അപ്പോൾ ഞാൻ ഈ ബസ്സിൽ പോയിട്ടുണ്ട്, ഇപ്പോൾ ഈ ഓട്ടോ വിളിച്ച് പോകുന്ന സ്ഥലത്ത് നമ്മൾ നടന്നു പോയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോൺടാക്റ്റ് ഇല്ലാത്തതിൻ്റെ നല്ലത് ഇപ്പോഴും എനിക്കുണ്ട്. പിന്നെ എനിക്ക് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. ഒരാളിപ്പോൾ ഇപ്പോഴും 2 ദിവസം മുമ്പ് ഒരു മൂവിയുടെ വർക്ക് വന്നപ്പോഴും ഞാൻ ഇവൻ്റെ അടുത്ത് എങ്ങനെയാ ചോദിക്കുക, നീ കൊടുക്ക്, പിന്നെ ബാക്കി എപ്പോഴാന്ന് അങ്ങനെ ചോദിക്കുക. അപ്പോൾ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോഴും അറിയില്ല. ഒരു വർക്ക് വന്നു കഴിഞ്ഞു വെച്ചെങ്കിൽ അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എനിക്കൊരു ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അച്ഛനമ്മയ്ക്കും ചിലരുടെയൊക്കെ അമ്മമാരായിരിക്കും വിളിച്ച് സംസാരിക്കുന്നുണ്ടാവുക അങ്ങനെ. അപ്പോൾ ഇവർക്കത് ഹാൻഡിൽ ചെയ്യാനും അറിയില്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരാളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഡയറക്റ്റ് ഈ പേയ്മെന്റിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഒരാള് അതിനുവേണ്ടി സംസാരിക്കാണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈവൻ എത്ര സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാലും ആ സ്ട്രഗിളിന്റെ ഒക്കെ ഒരു നമുക്ക് റിസൾട്ട് ലാസ്റ്റ് എല്ലാവർക്കും കിട്ടും. കാരണം ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയാവോ, അല്ലെങ്കിൽ നമ്മൾ കുറെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഡെഫിനറ്റ്ലി ഇപ്പൊ ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്, കോളേജ് പഠിക്കുന്ന ടൈമിൽ ഡ്രസ്സ് ഉണ്ടല്ലോ, ഡെയിലി നമ്മൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു ജീൻസ് ഇട്ട് അല്ല ടോപ്പ് അങ്ങനെ ഇട്ടിട്ട് പോകും. ബോയ്സിനൊക്കെ ആണെങ്കിൽ ഒരു ജീൻസും 5 ഷർട്ടൊക്കെ മതിയല്ലോ, അല്ലേ ബോറടിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയാ. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നുണ്ടോ ഡ്രസ്സൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കണ്ട. എനിക്കിപ്പോ
കൊളാബറേഷൻ ആയിട്ട് പ്രൊമോഷൻ ആയിട്ട് വിത്ത് പേയ്മെന്റ് അടക്കം നമുക്ക് വീട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും കൊളാബറേഷൻ പ്രൊമോഷൻ ആയിട്ട്. അപ്പൊ ഞാൻ ആലോചിക്കണം, അന്ന് എനിക്ക് കോളേജിൽ പോലും ഇടാൻ ഡ്രസ്സ് കുറെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ എന്താണോ വിഷമിക്കുന്നത് അതെനിക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ഡെഫിനറ്റ്ലി കിട്ടും. ഇപ്പൊ ഈ പാരന്റ്സ് ഒക്കെ പറയുന്നത് നമ്മളിങ്ങനെ അനുസരിക്കായിരിക്കും, ആ സമയത്തൊക്കെ ഓഫ് കോഴ്സ് അവരിങ്ങനെ പറയും, അതിന്റെ റിസൾട്ട് ഞാൻ കൊടുക്കും. അപ്പൊ അന്നൊക്കെ പറയുമായിരിക്കുമല്ലോ എന്നാലും അവൾ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവൾ ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെ. അമ്മയും അച്ഛനും അത്രത്തെ പ്രശ്നമൊന്നുമില്ല, നാട്ടുകാര് കുറെ ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. കരഞ്ഞിട്ടൊക്കെ തന്നെയാണ് നമ്മള് ഓരോന്നൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് വരെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ മോഡലിംഗ് എന്നുള്ളതിനെ വേറെ രീതിക്കാണ് ആൾക്കാരൊക്കെ കാണുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ പറയുമ്പോൾ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ അവര് ചിലപ്പോൾ അവർക്കറിയായിരിക്കും ഇത് ഇങ്ങനെയാണെങ്കിലും സ്വന്തം മക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാനാണെച്ചെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇതിന്റെ ഇത് ഉണ്ടാവും എന്ന് പറയും. അതേപോലെ ഞാൻ അത്ലറ്റ് ആയിരുന്നു. അപ്പൊ ഈ സ്പോർട്സിന് പോകുന്ന ടൈമിലാണെങ്കിൽ പോലും പറയട്ടെ, സ്പോർട്സിന് പോകുന്ന ടൈമിലാണെച്ചെങ്കിലും പെൺകുട്ടികളാണ് വിടാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞ് പട്ടിണിയൊക്കെ കിടന്നു. പിന്നെ ഫുഡൊക്കെ ആ സമയത്ത് ഞാൻ വലിയ കഴിപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല. പട്ടിണിയൊക്കെ കിടന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകണ്ടാവും. പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കൊണ്ടുവന്ന് ട്രോഫി അല്ലെങ്കിൽ നമ്മളെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താൽ അവിടെ റിസൾട്ട് അവര് വേണ്ടെന്ന് പറഞ്ഞ സംഭവം നമ്മൾ ട്രോഫി വാങ്ങിച്ചു അല്ലെങ്കിൽ റിസൾട്ട് കൊടുക്കുമ്പോൾ അത് അത്ര പാരന്റ്സിന് അത്രേ ഉള്ളൂ. എനിക്ക് എന്റെ പാരന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിച്ചാൽ മതി. ഇപ്പം മുമ്പേ പറഞ്ഞില്ല ലൈഫിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പം ആദ്യം തൊട്ടേ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കരയും അല്ലെങ്കിൽ എനിക്ക് അത്ര ഇമോഷൻ ഉണ്ട്. അപ്പം ലൈഫിൽ ഏറ്റവും അത്രത്തോളം ഒരു വിഷമം തോന്നിയ ഒരു മൊമെന്റ് ഏതായിരിക്കും അല്ലെങ്കിൽ ഇൻസിഡന്റ് ഏതായിരിക്കും? അയ്യോ, അത് ഒരുപാട് ഉണ്ട്. പക്ഷെ അതിൽ ഞാൻ എൻ്റെ പാരന്റ്സിനെ എൻ്റെ ലൈഫിൽ വേറെ ആൾക്കാരെ ഹേർട്ട് ആക്കാറില്ല. കാരണം അവരെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ അത് വിഷമിപ്പിക്കും. അങ്ങനത്തെ ഒരാളാണ്. കാരണം ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ട് ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞു. എൻ്റെ അടുത്തും കുറേ വന്ന് പറയാറുണ്ട്, ഭയങ്കര വിഷമമായി പോയി, അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം അവര് വിഷമിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ വിഷമിക്കുക. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ആൾക്കാരെ അങ്ങനെ വിഷമിപ്പിക്കാറ്. പിന്നെ അതേപോലെ ഇപ്പം എന്താ പറയാ, കുറെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് എനിക്കിപ്പോ ഞാൻ ഇപ്പോഴും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ പോവും. പക്ഷെ പാരന്റ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പേഴ്സണൽ കാര്യത്തിനായിരുന്നു. പക്ഷെ അത് ഞാൻ ഇപ്പോഴും വിഷമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പാരന്റ്സ് പറയാം അത് കഴിഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ്, അത് അത്രയേ ഉള്ളൂ. അവർ ആ രീതിക്ക് എടുക്കുന്ന കാരണം എനിക്ക് ഭയങ്കര എല്ലാവരും ബ്ലെസ്ഡ് ആണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടീവാണ്. അവർ ആ രീതിക്ക് അങ്ങനത്തെ എടുത്ത കാരണം അതിലിപ്പോഴും എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഭയങ്കര വിഷമമുണ്ട്. സോറി അച്ഛനമ്മ, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ലൈഫ് ഹാപ്പിയാണ്, ഓക്കെയാണ്. അവരും ഓക്കെയാണ്. ഞാൻ ഒരു പ്രൗഡ് ഡോട്ടർ അവരെന്നെ എപ്പോഴും കാണുന്നത്. അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ ഈ മോഡലിങ്ങിനും ഷൂട്ടിങ്ങിനും പോകുന്ന സമയത്ത് പോലും ഇവരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ആക്കിയിട്ട് പോലും അവരെന്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് അതിന്റെ റിസൾട്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ, അവിടെ അന്ന് വിഷമിച്ച അവരിപ്പോ കൃഷ്ണേന്ദുവിന്റെ അച്ഛനമ്മ എന്ന് പറയുമ്പോ അവർക്കൊരു പ്രൗഡ് ഫീൽ കിട്ടും. എന്താണ് ഇവ ചിലപ്പോ കളിയൊക്കെ ആണോന്നൊരു ഡൗട്ട്. അത് എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ സീരിയലൊക്കെ വരുന്നവർക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി പറയുമ്പോൾ ബിഗ് ബോസിലൊക്കെ വരുന്ന ഒരു എൻട്രി ആയിരിക്കുമല്ലോ. നിങ്ങളെ ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ നിങ്ങൾ പോകുമോ? അത് ഇവൻ എന്റെ അടുത്ത് പറഞ്ഞത്, എന്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസ് വിളിച്ചാൽ പോകുന്നുള്ളത്. പക്ഷെ അതിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അത് യു ഷുഡ് ബി വെരി കെയർഫുൾ ആക്ച്വലി. കാരണം നമ്മൾ അറിയാതെ പറയുന്ന എന്ന് വെച്ചാൽ അതിൽ ശ്രദ്ധിക്കണം. അതിൽ അത്രയും നല്ലൊരു ഇത് വേണം. അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റിവിറ്റി വരുമോ ചോദ്യം ഉണ്ടല്ലോ, ഒബ്വിയസ്ലി ഉണ്ടല്ലോ. അപ്പൊ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെ ചിലപ്പോൾ മനസ്സിലത് മീൻ ചെയ്യാണ്ട് പോലും നമ്മൾ നേരിട്ടാണെങ്കിൽ നമ്മൾ മീൻ ചെയ്യാണ്ട് പറഞ്ഞു, എന്നിട്ട് എനിക്ക് അവളോട് വേണമെങ്കിൽ പറയടാ അങ്ങനെ ഒരു ഇത് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് ക്ലാരിറ്റി. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത്രയും പേരെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്, അത്രയും പ്രേക്ഷകരുണ്ട് അതിന്. അപ്പോൾ നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ നമ്മളെ പോലെ തന്നെ നിന്ന് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ആക്ച്വലി ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അത് എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടിയേ അല്ല. എന്റെ അടുത്ത് പോരുതെന്ന് പറഞ്ഞു. നീയൊന്നും ബിഗ് ബോസ് പോലെ ചിലപ്പോ നിനക്ക് അവിടെ. കാരണം ഞാനിങ്ങനെ ഒന്നും നോക്കാതെ എടുത്തടിച്ച് പറയുന്ന ഒരാളാണല്ലോ. അവിടെ പോയിട്ട് പറയുമ്പോഴായിരിക്കും നമ്മളത് പറഞ്ഞ പോലെ മീൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇത്രയും ആൾക്കാർ ഒരാൾ എടുക്കുന്ന സെൻസിലായിരിക്കില്ല വേറെ. കാരണം എല്ലാവർക്കും പെട്ടെന്ന് അതിലത്തെ നെഗറ്റീവ് സംഭവം കണ്ടുപിടിക്കാനാണ് എല്ലാ ആൾക്കാർക്കും താല്പര്യം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ഞാൻ
ഉള്ളിൽ പോയാൽ തന്നെ നമുക്ക് വീർപ്പൂട്ടിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഒറ്റയ്ക്കൊക്കെ നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല. ഇനിയിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പോകുന്ന പോലും അറിയില്ല. മേ ബി ആ സമയത്ത് പോകാൻ തോന്നി കഴിഞ്ഞാൽ നമ്മൾ പോവും. അങ്ങനത്തെ ഒരു ഇത് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇവിടെ വന്നപ്പോഴേ എനിക്ക് സീരിയലിൽ കാണുന്ന ഒരു ലുക്കേ അല്ല രാഹുലിന് നേരിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴത്തെ നിങ്ങൾക്ക് വേറെ ലുക്കാണ്. അയ്യോ അല്ല, രണ്ടും നല്ലതാണ്. പക്ഷെ ഒരു ലുക്ക് ഒരു വ്യത്യാസം നിങ്ങളോട് അങ്ങനെ പറയാറുണ്ടോ? നമുക്കിപ്പോ സ്കെഡ്യൂൾ ബ്രേക്ക് ആണ്, അപ്പോഴാണ് നമുക്ക് ഇത്രയും ഇതായിട്ട് ഹെയർ കട്ട് ഒക്കെ അന്നേരം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ബ്രേക്ക് ടൈം കഴിഞ്ഞ ഒരു 10 to 12 days കഴിയുമ്പോഴേക്കും അത് വളരെ നോർമലി ആ ഒരു ഇതിലേക്ക് മാറും. ഇതാണെങ്കിലും നമ്മൾ ആ ഒരു ഇത് ചെയ്ത് തലേദിവസം കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടായിരിക്കും നമുക്ക്. അപ്പൊ നമുക്ക് ഒരു സംഭവങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല അങ്ങനെ. അപ്പൊ നമ്മൾ അതനുസരിച്ച് അത് ഷേപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ പോകുമ്പോൾ ഒരു മാക്സിമം ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ഇപ്പൊ സീരിയലിൽ വന്നിട്ട് ഏറ്റവും ബുദ്ധിമുട്ടൊരു കാര്യം എന്താണ്? കാരണം എനിക്ക് അതിന്റെ സാരിയൊക്കെ കൊടുക്കുന്ന ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് ഇപ്പോഴും വിഷയമാണ് സാരി എടുക്കാൻ. ഞാൻ എപ്പോഴും എനിക്ക് വിഷമിക്കുന്ന ഒരു സംഭവമാണ് സാരി. ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് സാരി എടുത്ത്. പിന്നെ ഒന്നാമത് എനിക്ക് സാരി എടുക്കാൻ അറിയണ്ടായിരുന്നില്ല. പിന്നെ ഒരു 3-4 months ഒക്കെ 5 months ഒക്കെ കഴിഞ്ഞ് ഞാൻ യൂട്യൂബിലൊക്കെ ഇരുന്ന് എന്നാലും ഒരു ശരിയാവില്ല, ഒരു വൃത്തിയാവില്ല. പിന്നെ എപ്പോഴും നമുക്ക് സാരി എടുക്കാൻ ഒരാളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. ഇപ്പൊ പ്ലീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ സംഭവം. പിന്നെ കുഴഞ്ഞു കിടക്കുന്ന സാരി ആണെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ടീച്ചറൊക്കെ പിന്നെ 1 pleat ഇടുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ ടീച്ചറാകുമ്പോൾ നല്ല വടി കൊത്ത് നല്ല രീതിക്കൊക്കെ അങ്ങനെ എടുക്കണം. അപ്പൊ എന്നെ ഭയങ്കര കഷ്ടപ്പാട്. ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഞാൻ സീരിയലിൽ കഷ്ടപ്പെടുന്നത് സാരി എടുക്കാൻ വേണ്ടിയിട്ടും അത് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാരി എടുക്കാനാണ്. സാരി എടുത്തിട്ട് അമ്മ പറയും എനിക്ക് ഇഷ്ടം അതാണ്. അങ്ങനെ പെട്ടെന്ന് 1 minute കൊണ്ട് എടുത്തിട്ട് അങ്ങ് പോകുന്ന കാണാം. പക്ഷെ ഞാനെന്ന് പറഞ്ഞുണ്ടല്ലോ അവിടെ കയറി ഞോറി ഇവിടെ കുത്തുമ്പോ അവിടെ ശരിയാവില്ല. അങ്ങനെയൊക്കെയാണ്. അതെനിക്ക് ഞാനിപ്പോഴും ഞാൻ പറയും ഈശ്വര ഈ സാരിയൊക്കെ ആര് കണ്ടുപിടിച്ചെന്ന് ചോദിക്കും. പക്ഷെ എടുത്തു കഴിഞ്ഞ പക്ഷെ ആൾക്കാർക്കൊക്കെ സാരി എടുത്ത് കാണാനാണ് കേട്ടോ ഇഷ്ടം. എനിക്കും നല്ല ഭംഗിയായിട്ട് തോന്നാറ്. ഇപ്പൊ നിങ്ങൾ ഫാമിലീസ് ഒക്കെ ഇപ്പൊ നിങ്ങൾ ഈ ഒരു സീൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് അവരെന്താണ് റിയാക്ഷൻ? എനിക്ക് ആദ്യം വീട്ടുകാര്, അതായത് അമ്മയും അച്ഛനും കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് സീരിയലിലായതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യമേ തന്നെ വരുന്നത്. ഇപ്പൊ മൂവി ആണെങ്കിൽ ഇതൊക്കെ വെറും കാഷ്വൽ സാധനം, നോർമൽ കാര്യം, ശ്രദ്ധിക്കുക പോലും ചെയ്യില്ല. തീർച്ചയായും. അപ്പൊ ഇതിന്റെ ഓഡിയൻസ് വേറെ ആയതുകൊണ്ട് പിന്നെ അച്ഛനും അമ്മയും ഇതെങ്ങനെ കാണും ഇങ്ങനെ പറയുന്നൊരു ഇത് എനിക്ക് കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചതെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. കാരണം അവരും പറഞ്ഞ ഇത് തന്നെയാണ്, ഫാമിലി ഓഡിയൻസിന് കാണാതിരിക്കാൻ മാത്രമുള്ള ഒരു സംഭവമൊന്നും അതിലില്ല. കാരണം അല്ല, നമ്മൾ ഡ്രസ്സിങ്ങിന്റെ കാര്യം ഒന്നും, നമ്മൾ എന്താണോ ഡ്രസ്സ്, അതും ഞാൻ 2 ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ടീഷർട്ട് അല്ല, ഐ മീൻ ഞാൻ യൂഷ്വലി ഷർട്ട് മാത്രമേ ഇടാറുള്ളൂ. അല്ല അങ്ങനെയല്ല, ഷർട്ട്. അപ്പൊ അങ്ങനെ ബനിയനും എല്ലാം ഇട്ടിട്ട് അല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് ഇല്ലേ, ഫസ്റ്റ് നൈറ്റ് മുമ്പ് ഇവരൊക്കെ പ്ലാൻ ചെയ്തു. പാരന്റ്സ് അവിടുത്തെ സീരിയലത്തെ കേട്ടോ, സീരിയൽ അമ്മായിമ്മ പ്ലാൻ ചെയ്തു, രാഹുൽ അർജുൻ പ്ലാൻ ചെയ്തു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഇപ്പൊ മീനു ലാസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് നടന്നു ഫസ്റ്റ് നൈറ്റ് നടന്നത്. നമ്മളത് കാണിച്ചപ്പോ അതില് ഞാൻ ആദ്യമേ വിചാരിച്ചത് ഇനി ഷർട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനം ഒരു വൾഗാരിറ്റി വന്നേനെ മേ ബി. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ലാണ്ടിരുന്നതുകൊണ്ട് തന്നെ വീട്ടുകാർ അച്ഛനും അമ്മയും വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു, ഈ സീനിന്റെ പിറ്റേ ദിവസം ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും വളരെ ഹെൽത്തി ആയിട്ടാണ് അവര് കണ്ടത്. നമ്മൾ ഒരുമിച്ചല്ലത് കണ്ടത്. നമുക്ക് വണ്ടർല പൂവിന്റെ ഒരു വണ്ടർല നമ്മൾ പോയായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ പോയിട്ട് ഞാനും നവനീതും എല്ലാരും കൂടിയിട്ടാണ് പോയത്. അപ്പൊ ആ സമയത്തായിരുന്നു അല്ല, എനിക്ക് ആദ്യം നാണുണ്ടായിരുന്നു, പിന്നെ അവരുടെ ഒപ്പീനിയൻ കേട്ടപ്പോ തന്നെ സത്യം പറഞ്ഞ ഹാപ്പി ആയി. ഓക്കെ, രാഹുൽ അപ്പോൾ എങ്ങനെയാണ്, അതായത് നമ്മൾ കൃഷ്ണേന്ദുവിൻ്റെ സ്ട്രഗിളും കാര്യങ്ങളും ഫാമിലി സപ്പോർട്ടിനെ പറ്റിയൊക്കെ കേട്ട് കഴിഞ്ഞു. രാഹുൽ ഭയങ്കര പാഷനേറ്റോടുകൂടി ഇപ്പോൾ ഈ ആക്ടിങ്ങിലേക്കൊക്കെ വന്നതാണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എൻട്രി? എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ 12th കഴിഞ്ഞ് നേരെ CA ജോയിൻ ചെയ്തു. അപ്പോൾ CA ഇൻട്രോ വരെ ചെയ്തു. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഇപ്പം നമ്മൾ അന്നേരം ഈ ഡബ് സ്മാഷ് എന്ന് പറഞ്ഞ ആപ്പൊക്കെ ഇറങ്ങി എല്ലാവരും അതിൽ ചെയ്യുകയൊക്കെ അഭിനയിക്കുകയും ചെയ്യുന്നു. അതിൽ പോലും ചെയ്യാൻ ഒരു മെൻ്റൽ ബ്ലോക്ക് ആയിരുന്നു എനിക്ക്. ഭയങ്കര ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ട്, പക്ഷെ ചെയ്ത് നോക്കാൻ പോലും, ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിലൊരു സീൻ, ഒരു മിററിൻ്റെ ഫ്രണ്ടിലൊരു സീൻ ചെയ്യാൻ പോലും ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്കിളിൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒന്നുമില്ല ബിസിനസ് ചെയ്യണമെങ്കിൽ നാഗ്പൂർ പോകണം, അപ്പോൾ അവിടെ സെറ്റിൽ ആവേണ്ടി വരും, അപ്പോൾ അവിടെ താമസിക്കേണ്ടി വരും, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യ് എന്നുള്ള പറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. നമ്മുടെ പത്തനമാറ്റം എന്ന് പറഞ്ഞ സീരിയലിലെ വിഷ്ണു എന്ന് പറഞ്ഞ ലീഡായിട്ട് ചെയ്യുന്ന ചേട്ടൻ ഹെൽപ്പ് ചെയ്തു ഇതിനു വേണ്ടി. ഭാസ്കരേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടായിട്ട് ചെയ്യുന്ന ചേട്ടൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അവർ ഓഡീഷൻ അയച്ചു തന്ന് അങ്ങനെയാണ് ഈ ഓഡീഷന് ചെല്ലുന്നത്. കൊച്ചിയിൽ വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഓഡീഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനും അന്നേരം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ വിചാരിച്ചു
സീരിയലല്ലേ, നമുക്ക് ചെയ്ത് ചെല്ലുന്നു ചെയ്യുന്നു അത്ര ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. അറിവില്ലായ്മ കൊണ്ടാട്ടോ അത്. അപ്പൊ അങ്ങനെ ഒന്ന് ഓഡീഷന് എന്തായാലും കുറച്ച് പെർഫോം ചെയ്തു, കാരണം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സീൻ ചെയ്യിച്ചു, അങ്ങനെയാണ് ഇതിലേക്ക് സെലക്ട് ആവുന്നത്. പക്ഷെ സെലക്ട് ആയി കഴിഞ്ഞിട്ടും ആദ്യത്തെ ഒരു 2 മാസം എൻ്റെ സീരിയലിലെ നിലനിൽപ്പ് സ്റ്റേക്കായിരുന്നു. എന്ന് വെച്ചാൽ അത് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവർക്ക് ഒട്ടും ഒരു പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ 2 മാസം ഒരു കൺഫ്യൂഷനിലായിരുന്നു. എനിക്കെന്നൊരു പേടിയായിരുന്നു, മാറ്റുമോ അത്, കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആ വിചാരിച്ച തെറ്റിദ്ധാരണകളെല്ലാം മാറി ഇതിൽ വന്നപ്പോൾ. കാരണം ഇറ്റ്സ് എ ബിഗ് ഡീൽ ആക്ച്വലി എന്നെ സംബന്ധിച്ച്, നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ചെയ്ത് എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു സെറ്റിൽ ഒരു തുടക്കം കുറിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത്. കാരണം എല്ലാ സെറ്റും ഇത്ര ഫ്രണ്ട്ലി ആവണമെന്നില്ല, പറഞ്ഞു കേട്ട അറിവാണ്, എനിക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ല, പറഞ്ഞു കേട്ട അറിവാണ്. അപ്പോൾ എല്ലാ സെറ്റിലും എല്ലാവരും ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നോ. ഇപ്പോൾ ചില സീൻസൊക്കെ നമ്മളായിട്ട് തെറ്റിക്കും, ഒരു മിനിറ്റ്, നമ്മളായിട്ട് ചില സീൻസൊക്കെ തെറ്റിക്കുമ്പോൾ അപ്പോൾ നമുക്കൊരു നെർവസ് ആവും. കാരണം സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അവരെല്ലാം വന്ന് ഒറ്റ ടേക്കിൽ ചെയ്തു പോകുന്നവരാ. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവുമോ, നമ്മൾ ഈ റീടേക്സ് കൊണ്ടുവരുമ്പോൾ അവരുടെ ടൈമും അവരുടെ ടൈമാണ് പോകുന്നത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുമെന്നുള്ള ചിന്തയൊക്കെ എനിക്ക് ഭയങ്കര കൺസേണിങ് ആയിരുന്നു. ആ സമയത്ത് അവർ തന്നെയാണ് ഇപ്പോൾ താരച്ചേച്ചി, താരാമയാണെങ്കിലും ആനന്ദായിട്ട് ഞങ്ങളുടെ അച്ഛനായിട്ട് ചെയ്യുന്ന, മുത്തച്ഛനായിട്ട് ചെയ്യുന്നവരൊക്കെ അത്രയും ഓക്കെ ആക്കി നമ്മളെ. മോനെ ഒരു കുഴപ്പമില്ല, എത്ര ടേക്ക് വേണമെങ്കിലും പോക്ക് കുഴപ്പമില്ല, ഞങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്ലസ്ഡ് ആയിട്ടൊരു സെറ്റ് കിട്ടിയതാണ് എനിക്കിതിൽ നോർമൽ ആവാന്ന് വെച്ചാൽ ആ ബ്രീത്തിങ് പോലും നോർമൽ ആവാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഏറ്റവും വലിയ ഫാക്ടറാണ് അത്. അതിൽ ഞാൻ ഇപ്പോഴും വെരി ബ്ലസ്ഡ് ആണ്. അങ്ങനെയാണ് ഇതിൽ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു പരാതി ഇതിന്റെ സീരിയലിന്റെ ടൈമിങ് അല്ലേ. കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള റേറ്റിംഗ് ഒക്കെ ഉള്ള സീരിയലാണെങ്കിൽ കൂടി ഉച്ചക്കത്തെ ഒരു സമയമാകുമ്പോഴത്തേനും ഈ വർക്കിംഗ് ആൾക്കാർക്കൊക്കെ ഒരു കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് പരാതിയായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അത് ബിഗ് ബോസ് വന്ന ടൈമിലാണ് ടൈം സ്ലോട്ട് മാറ്റിയത്. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം ടൈമിലോട്ട് പോകും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇഷ്ടംപോലെ സീരിയൽസ് വേറെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്താണ് എല്ലാവരും പറയാറ് ടൈം മാറ്റാൻ എന്തെങ്കിലും, നമുക്കത് ജസ്റ്റ് പറയാനോ സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതെല്ലാം തീരുമാനിക്കുന്ന ചാനൽ പ്രൊഡ്യൂസേഴ്സാണ്. ഉച്ചയ്ക്കാണെങ്കിൽ പോലും ഇതിന്റെ ഓഡിയൻസ് സപ്പോർട്ട് നമുക്ക് അത്രയും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ കോമൺ ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യമുണ്ട്, രണ്ടുപേരും ടാറ്റു ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ടാറ്റു ഒക്കെ ഞങ്ങളുടെ പ്രേക്ഷകരെ കാണിച്ചു. ടാറ്റു എന്റെ ടാറ്റു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ആക്ച്വലി ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എന്താണ് കാണുന്നത്, ഇത് സീരിയലിൽ മാസ്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ അരിയല്ല RISC ആ സാധനം. അപ്പൊ ഈ 12th കഴിഞ്ഞ ടൈമില് 2012 ഈ ടാറ്റു സ്റ്റുഡിയോസ് ഒക്കെ വന്നു തുടങ്ങുന്ന ടൈമില് നമുക്ക് ടാറ്റു ചെയ്യണം എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യണം, അതിന്റെ മീനിങ് എന്താണ്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ അവരെക്കാൾ മുമ്പ് ടാറ്റു ചെയ്യണം. അപ്പൊ അന്ന് ടാറ്റു ചെയ്ത വലിയ സെറ്റപ്പ് ആരും അറിവില്ലാത്ത ഒരു മൈൻഡിൽ അങ്ങനെയായിരുന്നു. അന്നേരം ഓടിപ്പോയി ചെയ്താണ്. അത് ശരിയായില്ല. അത് മെയിൻ ആർട്ടിസ്റ്റ് അല്ല ചെയ്തത്, പുള്ളി ചെയ്ത് വന്നപ്പോ കൺമഷി വെച്ച് എഴുതിയ പോലെയൊക്കെ ആയി പോയി ആക്ച്വലി. ഇനി ഇത് മാസ്ക് ചെയ്യാൻ ഇപ്പൊ പറ്റും. ഇത് മേക്കപ്പ് വെച്ച് മാസ്ക് ചെയ്തിട്ടാണ് നമ്മൾ സീൻസ് ചെയ്യുന്നത്. അപ്പൊ ഇനി അത് ലേസർ ചെയ്യണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നോക്കും. അത് മാറ്റണം എന്നുണ്ട് എനിക്ക്. കൃഷ്ണേന്ദു ടാറ്റു എന്താ ടാറ്റു കാണിച്ച്? ഡ്രീം കേച്ചർ ഉണ്ട്, പിന്നെ മാ ഹിന്ദി ഇല്ലേ, ഹിന്ദിയില് മാം, ഇംഗ്ലീഷില് പാ, അപ്പ അമ്മ, അച്ഛനമ്മ, തൂവലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒറ്റ ടാറ്റേ ഉള്ളൂ? പിന്നെ ആണോ ബാക്ക് നെക്കിൽ എന്താ ടാറ്റു ഉള്ളേ? ഇത് ആക്ച്വലി ഏഞ്ചലാണ്. ചില ആൾക്കാർ ഇത് ശ്രീകൃഷ്ണനാണോ ഡിങ്കനാണോ കാണിക്കോ? ഏലിയൻ. എനിക്ക് ഏലിയൻ ഇഷ്ടമാണ്. കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇതിപ്പോഴും ഇഷ്ടമാണ്, ഓക്കെയാണ്. പിന്നെ എനിക്കത് കവറപ്പ് ചെയ്യാൻ സുഖമാണ്. കാരണം ഒരു സ്ലീവ് ഉള്ളത് ഇട്ട് കഴിഞ്ഞെങ്കിലോ സ്ലീവുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് കവർ ചെയ്യാൻ പറ്റും. ഹെയർ അയച്ചിട്ട് ഞാൻ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് പോലും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു സ്ഥലം നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പൊ ഈവൻ എന്തെങ്കിലും നമുക്കൊരു സീൻസ് സംഭവം വരികയാണെങ്കിൽ പോലും അത് നമുക്ക് മാസ്ക് വേറെ മേക്കപ്പ് കൊണ്ട് തന്നെ മാസ്ക് ചെയ്യാതെ തന്നെ ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക്. നീ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണോ ചെയ്തത്? നമുക്ക് അറിയാമായിരുന്നു അങ്ങനെ. അല്ല എനിക്ക് ഓർമ്മയില്ലടാ. ഞാൻ ചെയ്തപ്പോ നമ്മുടെ മനസ്സിൽ പോലും. പക്ഷെ ആർട്ടിസ്റ്റ് ആവുമ്പോഴല്ലോ, ആർട്ടിസ്റ്റ് ആവുമ്പോ അതൊരു ടാറ്റു ഭയങ്കര ഒരു ഇതാണ്. കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു ഫീൽഡ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറെ നന്നായി ചിന്തിച്ചിട്ട്, ചിലവർക്കൊക്കെ കൈൻ്റെ മുകളിലൊക്കെ ഫുൾ അടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ എനിക്കാണെങ്കിലും ദുൽഖറിന്റെ കൂടെയുള്ള ആഡില് സ്ലീവ്ലെസ് ആയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പോലും അത് കവർ ചെയ്തു, നമ്മൾ മാസ്ക് ചെയ്തു, മേക്കപ്പ് വെച്ചു. അതൊക്കെ ഒരു
ഭാഗ്യം. അല്ല ഭാഗ്യം അല്ല, ദുൽഖറിന്റെ കൂടെ ദുൽഖറിന്റെ കൂടെ അതാണ്. പക്ഷെ നമുക്കതൊരു ബാധ്യതയായിരിക്കും പിന്നെ ചില സമയത്ത്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട അടിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് അത്ര എനിക്ക് ഇഷ്ടം, ഇത് ഇഷ്ടം. ദുൽഖറിന്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു? ആഡൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് എക്സ്പീരിയൻസ്? മുഖത്ത് മറ്റേ ഈ പഴയ ഇതിലൊക്കെ പറയുകയാണെങ്കിൽ എലി പുന്നില്ലേ ഇഷ്ടപ്പെട്ടു. അല്ലേ? എന്തൊരു പിന്നെ അല്ലാതെ നമ്മൾ എത്ര ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ചെയ്തത്. അതായത് ഞാൻ കൃഷ്ണന്റെ പ്രൊഫൈലിൽ കണ്ടു, ഒരു പഴയ സമയത്ത് എപ്പോഴോ ദുൽഖറിനെ ഒന്ന് സൈഡ് വൈസ് കണ്ടിട്ട് ഒരു ഫാൻ ഗേളായിട്ട് നിന്നിട്ട് അതേ ദുൽഖറിനൊപ്പം തന്നെ ആഡിങ് എന്ന് പറയുമ്പോ അല്ലേ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ് ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ. എനിക്ക് അതിന് മുമ്പ് ഒരു മൂവി വന്നിട്ടുണ്ടായിരുന്നു. ആ മൂവിയില് മാത്യു എന്ന് പറയുന്ന പയ്യനാണ്. അപ്പൊ അത് അവർ ഒരു റോൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വന്നേ. അപ്പൊ ഒരു ചേച്ചിയാണ് കോണ്ടാക്ട് ചെയ്തത്. ഞാൻ അത്യാവശ്യം എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ അപ്പോഴും ഞാൻ ദുൽഖറിന്റെ അനിയത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കേട്ടിട്ടുണ്ട് കുറേ എനിക്കിപ്പോഴും വർക്ക് വരുമ്പോൾ ഞാൻ ഫേക്ക് ആണോ എന്നുള്ള രീതിക്ക് ചിന്തിക്കുള്ളൂ. ഒരിക്കലും ഞാൻ ഇതാണ്, എനിക്ക് നല്ല വർക്ക് കിട്ടും അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ കുറേ പ്രാവശ്യം ചിന്തിക്കും. അപ്പോൾ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. കാരണം മൂവിയിൽ ഞാൻ കുറേ എക്സ്പെക്ട് ചെയ്തു സീൻ വരും. കാരണം ഞാൻ അവിടെ മോണിറ്ററിൽ കണ്ടതാണ്. ഞാൻ അത് കൂടെ നടന്നു വരുമ്പോൾ തിയേറ്റർ റിലീസായിരുന്നു. എൻ്റെ ഫേസ് മാത്രമായിരിക്കും അത്രയും ആൾക്കാർ സ്ക്രീനിൽ കാണുന്നതെന്ന് പറയുമ്പോൾ കാറ്റൊക്കെ ആയിട്ട് മുടിയൊക്കെ പാറിയിട്ടൊക്കെ വരുമ്പോൾ അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും എക്സ്പെക്ടേഷൻ ആണല്ലോ വിഷമം ഉണ്ടാക്കുന്നത്. അപ്പം അത് കട്ട് ചെയ്തപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമം. ഞാനത് ഓക്കെ പോട്ടെ അങ്ങനെ രീതിക്ക് ഇരിക്കുമ്പോൾ അച്ഛൻ കുട്ടിക്ക് വിളിച്ച് ചോദിച്ചു, കുട്ടിക്ക് വിഷമമായോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. എനിക്ക് ഞാൻ വിഷമിക്കുന്നതാളും കൂടുതൽ അച്ഛനും അമ്മയും വിഷമിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഈ ചേച്ചി വിളിച്ചത്. അങ്ങനെ വിളിച്ച് എന്താ ഈ പട്ടാപ്പകൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി ഉണ്ടായിരുന്നു. വെള്ളരിക്ക പട്ടണം, സോറി. അതിൽ കുഞ്ഞൊരു റോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റില് സച്ചി എന്തായിരുന്നു സീരിയലിന്റെ ചെമ്പനീർ പോലെ ഹീറോ ഉണ്ട്. അവന് ഞാനായിരുന്നു അതിൽ. ചെറിയൊരു സീനാണ് മഞ്ജുവാര്യരുടെ കൂടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ആയിട്ട് നിൽക്കുന്ന, ഡയലോഗ് ഒന്നുമില്ല, അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ എന്നെ അതിൽ ആക്ച്വലി സെക്കൻഡ് ഹീറോ എന്നുള്ള രീതിക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല, വീണ്ടും പോയി. അതും മിസ്സായി എന്നുള്ളൊരു വിഷമത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയോ നമുക്ക് കിട്ടേണ്ട സീൻ അങ്ങനത്തെ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു. മീൻസ് ചിലപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും കേട്ടോ, മീൻസ് കൺഫേം അല്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കോട്ടയം CMS കോളേജ് അവിടെ വെച്ചിട്ട് ഈ ഫിദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചി പറഞ്ഞു വരുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ഹോപ്പെല്ലാം നഷ്ടപ്പെട്ട് കിളി പോയിട്ടിരിക്കുക. ആ സമയത്താണ് പിന്നെ നമ്മുടെ ഒടിയൻ്റെ ഡയറക്ടർ ഉണ്ടല്ലോ, ആ സാറാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വിളിച്ചു. അന്ന് ഞാൻ കൊച്ചി തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഓഡീഷന് പോകാനുള്ള ഒരു ഡിസ്റ്റൻസ്, ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ കൂടെ ആരും വരാൻ ഇല്ലാത്തതിൻ്റെ ഒക്കെ ഒരു കഷ്ടപ്പാട് ഭയങ്കരമായിട്ടുണ്ട്. കാരണം വടക്കാഞ്ചേരി പുന്നമ്പറമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ 8 മണി കഴിഞ്ഞാൽ ചിലപ്പോൾ ബസ് വണ്ടി സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഓരോ ഓട്ടോ പോലും കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രാവലിംഗ് ഒക്കെ ഭയങ്കര വിഷയമായിട്ട് എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊച്ചി ആയിരുന്നു ആ സമയത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ക്രൗൺ പ്ലാസയിലായിരുന്നു ഓഡീഷൻ ഉണ്ടായിരുന്നത്. അവിടെ സാറും കുറേ നല്ല അടിപൊളി വെള്ളരി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനെന്ന് പറഞ്ഞാൽ ഹോപ്പില്ലാതെയാണല്ലോ പോയിരിക്കുന്നത്. ഒരിക്കലും അതിൻ്റെ ഓഡീഷൻ ആണെങ്കിൽ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ പോയി സംസാരിച്ചു സാറായിട്ട്. അവിടെ സാറ് ആക്ട് ചെയ്യിപ്പിച്ച് നോക്കിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു ബിഹേവിയർ മെജോറിറ്റി മിക്ക സ്ഥലത്തും അങ്ങനെയാണ്. കാണിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ കണ്ണ്, നമ്മുടെ ലിപ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് വേറെ ആൾക്കാർ ഓഡീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4 ആഡ് ഒരുമിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ മാത്രമല്ല വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിച്ചു. ഈ സാറിനെ മീറ്റ് ചെയ്തതിന് ശേഷം ഇത്ത വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് മോള് ഓക്കെയാണ്, 16-17 ഡേറ്റ് ഒക്കെ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു. ആണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചി എന്തായിട്ടാണെന്ന് ചോദിച്ചു. പറഞ്ഞു അനിയത്തി. ഞാൻ പറഞ്ഞിട്ട് ആ ചേച്ചിക്ക് ഒരു കൺഫ്യൂഷൻ, അനിയത്തിയായിട്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി വീണ്ടും അവിടെ പോയിട്ട് പറഞ്ഞു അനിയത്തിയായിട്ടെന്ന് പറഞ്ഞു. പിന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ അതിൻ്റെ മൂവിയുടെ സ്റ്റാറ്റസ് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ പിള്ളേർ എപ്പോഴും എന്താ അതിൽ നീ ഇല്ലല്ലോ, നീ ഉണ്ടെന്ന് വിചാരിച്ച് പോയി കണ്ടത് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം. അപ്പോൾ ഇത് ഞാനൊരു സ്റ്റാറ്റസോ സംഭവങ്ങളൊന്നും ഇട്ടില്ല. കാരണം അറിയില്ല, കട്ട് ചെയ്ത് കളയോ ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ സീൻസിൽ അഭിനയിച്ച് കുറേ ഹോപ്പായിട്ട് ഇരുന്നിട്ട് കട്ട് ചെയ്ത സീൻ പോകുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതിലങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് വന്നു. ഷൂട്ടിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്യാരവാനിൽ, നമ്മുടെ ബ്ലൂ ക്യാരവാനിൽ കുഞ്ഞിക്കകത്ത് കയറുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക്, പക്ഷേ ഒരു ഭയങ്കര നോർമലായിട്ടുള്ള ഒരു കോവിഡ് ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. അത് ഒരു മനുഷ്യൻ, സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ കോവിഡ് ആയ കാരണം
കോവിഡ് ആയ കാരണം ആള് കുറച്ച് മാറിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ അന്ന് തന്നെ 2 ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നല്ല വേറെയും കുറച്ച് ആൾക്കാർ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ ഈ ഫ്രണ്ടായിട്ട് അഭിനയിക്കേണ്ട സംഭവം ഉണ്ട്, അതൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ഞാൻ അവിടെ ചോദിക്കാനോ പറയാനോ ഒന്നിനും പോയില്ല, അവിടെ ഇരുന്നു. ഷൂട്ടും കഴിഞ്ഞപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് അവർ ഡബിങ്ങിന് വിളിച്ചു. ഞാനല്ല കേട്ടോ ഡബ് ചെയ്തിരിക്കുന്നത്, ഡബിങ് വേറെ മാറ്റി ചെയ്യിപ്പിച്ചു. അങ്ങനെ ഡബിങ് കഴിഞ്ഞപ്പോൾ ഔട്ടൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഇതായി. അതും കഴിഞ്ഞ് ഒരു 1 ഇയറോ എപ്പോഴും കഴിഞ്ഞിട്ടാണ് അത് ഔട്ടാക്കിയിരിക്കുന്നത്. ഷൂട്ട് കഴിഞ്ഞ് 1 ഇയർ എത്രയോ ടൈം എടുത്തു, എന്നിട്ടാണ് ഈ സംഭവം. അത്രയും വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള്. അപ്പോൾ അത് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. അതാണ് ആ ഒരു വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. 2000 അതിൽ ഞാൻ അത്രയും ഒരു ഫോട്ടോ എടുക്കാൻ പോലും അത്രയും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ആള് ഞാൻ ദുൽഖർ സൽമാന്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സന്തോഷം. ഇനിയും ഒരുപാട് നമ്മുടെ കാതോരത്തിലൂടെ നമ്മുടെ അർജുനന്റെയും മീനൂട്ടിയുടെയൊക്കെ ഒരുപാട് ഒരു റൊമാൻറ്റിക് സാധനങ്ങളും അവരുടെ ലൈഫൊക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് രാഹുൽ ആൻഡ് കൃഷ്ണ. നല്ല അടിപൊളി കംഫർട്ടബിൾ ആണ്. മോർ ദാൻ ദാറ്റ് ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ താങ്ക് യു സോ മച്ച്. എനിക്കും അതുപോലെ നിങ്ങളെ കാണാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റിയതിലൊക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.